വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മയുടെ പ്രസവമെടുക്കാൻ സഹായിച്ച സ്ത്രീയും മകനും അറസ്റ്റിൽ. ഒതുക്കുങ്ങൽ സ്വദേശി ഫാത്തിമ, മകൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചന പോലീസ് നൽകുന്നുണ്ട്. ശനിയാഴ്ചയാണ് വീട്ടിൽ പ്രസവിച്ച യുവതി രക്തസ്രാവം മൂലം മരിച്ചത്. മാനസ സിൽക്സ് ആൻഡ് സാരീസ്, മെയിൻ റോഡ്, ചെമ്മാട്. മലപ്പുറം ഈസ്റ്റ് കോഡൂരിനടുത്ത് ചട്ടിപ്പറമ്പിൽ വീട്ടിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ രണ്ടുപേരെ കൂടി മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച അസ്മയുടെ പ്രസവമെടുക്കാൻ സഹായിച്ച സ്ത്രീയെയും മകനെയുമാണ് അറസ്റ്റ് ചെയ്തത്. ഒതുക്കുങ്ങൽ സ്വദേശിനി ഫാത്തിമ, മകൻ അബൂബക്കർ സിദ്ദിഖ് എന്നിവരുടെ അറസ്റ്റ് മലപ്പുറം പോലീസ് രേഖപ്പെടുത്തി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഫാത്തിമയെ നേരത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. മകൻ അബൂബക്കർ സിദ്ദിഖാണ് ഫാത്തിമയെ അസ്മയുടെ വീട്ടിലേക്ക് പ്രസവമെടുക്കാൻ എത്തിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായതോടെ സിദ്ദിഖിനെയും കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ഇരുവരെയും ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഫാത്തിമയെയും അബൂബക്കർ സിദ്ദിഖിനെയും മരണം നടന്ന അസ്മയും സിറാജുദ്ദീനും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നരഹത്യയ്ക്കും തെളിവ് നശിപ്പിക്കലിനും കുറ്റം ചുമത്തിയാണ് സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് വീട്ടിൽ നടന്ന പ്രസവത്തെ തുടർന്ന് അസ്മ മരിച്ചത്. ചട്ടിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അസ്മയും ഭർത്താവ് സിറാജുദ്ദീനും. 5ാമത്തെ പ്രസവമായിരുന്ന അസ്മയ്ക്ക് പ്രസവശേഷം രക്തസ്രാവമുണ്ടായി. നിയന്ത്രിക്കാനാകാത്ത രക്തസ്രാവമുണ്ടായിട്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ ചികിത്സ നൽകാനോ സിറാജുദ്ദീൻ തയ്യാറായിരുന്നില്ല. അമിതമായ രക്തസ്രാവമാണ് അസ്മയെ മരണത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാനാകുമായിരുന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 3 മണിക്കൂർ നീണ്ട പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരുന്നു കണ്ടെത്തൽ. മരിച്ച ശേഷം ആരെയും അറിയിക്കാതെ രാത്രി തന്നെ ആംബുലൻസ് വിളിച്ച് മൃതദേഹവുമായി സിറാജുദ്ദീൻ പെരുമ്പാവൂരിലേക്ക് കടക്കുകയും ചെയ്തു. കേരള വിഷൻ, മലപ്പുറം.